എല്ലാവർക്കും മാൻസോളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഐസ്ക്രീം റെസിപ്പിയാണ്. നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐസ്ക്രീം ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡാൽഗോണ കോഫി ഇല്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ ഐസ്ക്രീം തയ്യാറാക്കുന്നത്. ഡാൽഗോണ കോഫിയുടെ റെസിപ്പി എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു റെസിപ്പി. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, കാണാത്തവർ പോയി കാണാം. അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ബൗളും പിന്നെ വിസ്കും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം. ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിന്റെ താഴെ ഒന്ന് തണുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇനി ഒരു വലിയ ബൗൾ എടുത്ത് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഐസ് ക്യൂബ്സ് ഇടാൻ കാരണം നമ്മുടെ ബൗള് തണുപ്പിച്ചെങ്കിലും പക്ഷേ ഫ്രഷ് ക്രീം അലിഞ്ഞു പോകാതിരിക്കാനാണ്, ലൂസ് ആവാതിരിക്കാനാണ്. നന്നായിട്ട് വിപ്പ് ചെയ്ത് വരണമെങ്കിൽ ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ്സ് വെക്കണം. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ച ബൗള് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്കഫേയുടെ സൺറൈസിന്റെ കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. അത് 1 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നോർമൽ വെള്ളമാണ്. ചൂടുവെള്ളമോ തണുത്തുവെള്ളമോ ഒന്നും ആവശ്യമില്ല. വെള്ളത്തിന് പകരം പാല് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഡാൽഗോണ കോഫി ഉണ്ടാക്കുമ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടില്ലേ, നന്നായിട്ട് വിപ്പ് ചെയ്ത് ക്രീം രൂപത്തിലാക്കി എടുത്തില്ലേ, അതേപോലെ തന്നെ ചെയ്തെടുക്കാം. കോഫി പൗഡർ എടുക്കുമ്പോൾ അധികം ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും 1 കപ്പ് ഫ്രഷ് ക്രീമിന് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ മാത്രം ഉപയോഗിക്കുക. കാരണം അധികമായാൽ നല്ല കയ്പ്പായിരിക്കും. അതുപോലെ ഞാനിവിടെ പൊടിച്ച പഞ്ചസാര എടുക്കാൻ കാരണം എനിക്ക് നല്ല വലിയൊരു ക്രിസ്റ്റൽ പീസിലായിരുന്നു ഇവിടുത്തെ പഞ്ചസാര ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ കുറച്ചധികം ടൈം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര പൊടിച്ചെടുത്തത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ ക്രിസ്റ്റൽസ് ആണെങ്കിൽ പ്രശ്നമില്ല, അതുപോലെ തന്നെ എടുത്താൽ മതി. ഗ്രാനുലേറ്റഡ് ഷുഗർ തന്നെ എടുക്കാം. നമ്മൾ ഡാൽഗോണ കോഫിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇത് നല്ല ക്രീമി ടെക്സ്ചറായി വന്നിട്ടുണ്ട്. ശരിക്കും വിപ്പായി വന്നിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഫ്രഷ് ക്രീം ആണ്. ഇനി ഫ്രഷ് ക്രീം എടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് 1 ലിറ്ററിൻ്റെ ഫ്രഷ് ക്രീം ആയിരുന്നു. അതിൽ നിന്ന് ഞാൻ 1 കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. മുകളിൽ നിന്ന് വേണം നിങ്ങൾ എടുക്കാൻ. താഴത്തെ ഭാഗം എടുത്താൽ അതിൽ വെള്ളമായിരിക്കും. ഇപ്പോൾ 250 ml ഒരു പാക്കാണ് വാങ്ങിക്കുന്നതെങ്കിൽ അതിൻ്റെ മുകളിലത്തത് മാത്രം എടുക്കുക, താഴത്തത് എടുക്കാതിരിക്കുക, വെള്ളം എടുക്കാതിരിക്കുക. അപ്പോൾ അത് മുഴുവനും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടാം, വേറെ തന്നെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഡാൽഗോണ മിക്സും നമ്മുടെ ഫ്രഷ് ക്രീമും ഒക്കെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം ലൂസായിട്ടുണ്ടാവും, പേടിക്കാനൊന്നുമില്ല. നന്നായിട്ട് വിപ്പ് ചെയ്ത് വരണമെന്നൊന്നുമില്ല. അത് നിങ്ങളുടെ ടെമ്പറേച്ചർ പോലെ ഇരിക്കും. അവിടുത്തെ റൂം ടെമ്പറേച്ചർ എന്താണോ അതുപോലെ ഇരിക്കും. ഇവിടെ ഇപ്പം നല്ല ചൂടാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് ലൂസായി പോകുന്നത്. അടിയിൽ ഐസ് വെച്ചാലും ഇത് പെട്ടെന്ന് ലൂസാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലൊരു ബബിൾസ് വന്നില്ലേ, അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് ടെക്സ്ചർ ആയിട്ടുണ്ട്, കാണുന്നില്ലേ. ഇനി നമുക്കിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു ബോക്സ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതായി ഒരു ക്രീമി ടെക്സ്ചർ കാണുന്നില്ലേ, നല്ല ക്രീം ആയിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 8 മണിക്കൂർ തണുപ്പിക്കാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. എട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഐസ്ക്രീം ഒക്കെ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് സ്കൂപ്പ് ചെയ്തെടുക്കാം. എൻ്റെ അടുത്ത് സ്കൂപ്പറൊന്നുമില്ല, ഞാൻ അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ടാണ് സ്കൂപ്പ് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, നല്ല ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ. നല്ലൊരു ഫ്ലേവർ ആണ് ആ കോഫിയുടെ.
അത് നല്ല രസമാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയ ആൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്ലേവറാണിത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ബോൾസ് ഇടാം. ഞാനിവിടെ ഇട്ടിരിക്കുന്നത് ഡയറി മിൽക്കിൻ്റെ ഷോർട്സ് ആണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതില്ലാതെ തന്നെ ജസ്റ്റ് ഐസ്ക്രീം തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ അടിപൊളി ഐസ്ക്രീം റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ട്രൈ ചെയ്ത് കുട്ടികൾക്കും എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ 2-3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.